ഹലോ ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഇത് ഉപ്പിലിട്ടത് ഉപ്പിലിട്ടതെന്ന് വെച്ചാൽ ഇത് പപ്പായ ഉപ്പിലിട്ടത്. പപ്പായ മീൻസ് കർമൂസ. ഇതാ ഉപ്പിലിട്ടതാണത്. ഇത് അപ്പോൾ ഉപ്പിലിടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ പലരും ചോദിക്കുന്നുണ്ട്, എന്ത് ബാറ്ററി വെള്ളം ഉപയോഗിക്കുന്നുണ്ടോ എന്ന്. ഇതാ ഇത് മാങ്ങ ഉപ്പിലിട്ടത്. കണ്ടില്ലേ, മാങ്ങ ഉപ്പിലിട്ടത്. ഞാനിപ്പോൾ അത് ഇന്നലെ മെഞ്ഞാന്ന് ഇട്ടതാണ്, കണ്ടില്ലേ. അപ്പോ പല ആൾക്കാരെ തെറ്റിദ്ധാരണ ഉണ്ട്, എങ്ങനെയാണ് ഇത് ഉപ്പിലിടുക, ബാറ്ററി വെള്ളം ഉപയോഗിക്കുന്നുണ്ടോ. പ്രത്യേകിച്ച് ബീച്ചിൽ കച്ചവടം ചെയ്യുന്നവര് ഈ ബാറ്ററി വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ പല ഈ ചാനലുകാരും പോരാത്തതിന് ചിലരൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ അതിന്റെ സത്യം എന്താണെന്ന് നമുക്കത് മനസ്സിലാക്കണ്ടേ. നമ്മൾ മാങ്ങ നല്ല വൃത്തിയായി കഴുകി കട്ട് ചെയ്ത് നൈസായി കട്ട് ചെയ്ത് അത് കുപ്പിയിൽ അടുക്കി വെച്ച് അതിന് വേണ്ട പച്ചമുളക് ഒക്കെ അരിഞ്ഞ് അതിലിട്ട് ശുദ്ധമായ വെള്ളം, വീട്ടിലാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ തിളപ്പിച്ചറിയ വെള്ളം, അല്ലാതെ ആണെങ്കിൽ ശുദ്ധമായ വെള്ളം അത് ഒഴിക്കുക. എന്നിട്ട് ഒഴിക്കേണ്ടത് ഈ സാധനമാണ്. ഈ സാധനത്തിന് പേരെന്താണ്? വിനാഗർ എസൻസ്, അതായത് സിന്തറ്റിക് ആസിഡ് എന്നായി ഇനി പറയാം. ഇത് എൻ്റെ ചെറുപ്പകാലം മുതൽക്ക് ഞാൻ ഇത് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കാരണം എൻ്റെ വാപ്പ, എൻ്റെ വാപ്പൻ്റെ വാപ്പ, എൻ്റെ മൂത്താപ്പന്മാർ ഒക്കെ അച്ചാർ കമ്പനി നടത്തിയിട്ടുള്ളതാണ്. കൂടാതെ ഞാനും ഒരു ചെറിയൊരു അച്ചാർ കമ്പനിയൊക്കെ അച്ചാർ ഉണ്ടാക്കി വിൽക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് കോഴിക്കോട് ബീച്ചിൽ ഐസ്ക്രീം കച്ചവടമാണ്. പക്ഷെ കോഴിക്കോട് ബീച്ചിലെ കച്ചവടക്കാരെ പൊക്കി പറഞ്ഞത് കൊണ്ടോ പുകഴ്ത്തി പറഞ്ഞത് കൊണ്ടോ എനിക്കൊരു കാര്യവുമില്ല, ഒരു ഇൻകം കിട്ടൂല. പക്ഷെ എല്ലാവരും പറയുന്ന ഒരു ധാരണ ഉണ്ട്, എന്താണ് ബാറ്ററി വെള്ളത്തിലാണ് ഈ മാങ്ങ ഉപ്പിലിടുന്നത്, മാങ്ങ വേഗം ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. 2 ദിവസം മുന്നേ ഇട്ട മാങ്ങ ഇവിടെ അവസ്ഥയാണിത്. കേട്ടോ, എത്ര പെട്ടെന്നാണ് ഇത് ഇതാവുന്നത്. അത് നമ്മളിത് ഈ സാധനം ഒഴിക്കുന്നതിനനുസരിച്ചിട്ട് പെട്ടെന്ന് ചീഞ്ഞ് കിട്ടും മാങ്ങ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും കൂടും. അപ്പം ഇനി ബാറ്ററി വെള്ളത്തെ പറ്റി പറയാം. ബാറ്ററി വെള്ളം ഉപയോഗിക്കുന്നുണ്ട് എന്ന് പലരും പറയുന്നത് വെറുതെ പറയാം. കാരണം 1 ലിറ്റർ ബാറ്ററി വെള്ളത്തിന് കൊടുക്കണം 30 രൂപ. ഈ 30 രൂപയില് ഒരു വലിയ ഭരണിയിലൊക്കെയാണ് അവര് ഉപ്പിലിടുക. അപ്പൊ ആ വലിയ ഭരണിക്ക് ചുരുങ്ങിയത് ഒരു 4 ലിറ്റർ 5 ലിറ്റർ ബാറ്ററി വെള്ളമാണ്. അപ്പൊ ആ ബാറ്ററി വെള്ളത്തിന് ഉറുപ്പ്യ എത്രയായി? ആ വില പിടിപ്പുള്ള സാധനമായിട്ട് ഇവരിതിൽ ഒഴിക്കുമോ? അങ്ങനെ മാങ്ങ ഉപ്പിലിട്ട് വിറ്റാല് എന്തായിരിക്കും അവരുടെ ലാഭം, നഷ്ടോ ലാഭോ? ചിന്തിക്കാൻ ലേശം മൂള വേണം മനുഷ്യരായാൽ. അതില്ല, ഞാൻ പോയി. പിന്നെ ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ 1/2 ലിറ്ററിന് 50 രൂപ. ഇത് ഈ ചെറുകിട കടയിൽ നിന്ന് കിട്ടുമ്പോൾ ഉള്ള വിലയാണത്. അപ്പോൾ വൻകിട കടയിൽ പോയിട്ട് ഇതിന് ഹോൾസെയിൽ റേറ്റിന് വാങ്ങുമ്പോൾ അവർ 5 ലിറ്ററും 10 ലിറ്ററും ഒക്കെ ഒന്നായിട്ടാണ് വാങ്ങുന്നത്. അപ്പൊ അവർക്ക് അതിനേക്കാളും വില കുറഞ്ഞു കിട്ടും. അപ്പൊ ഇവർക്ക് ഒരു ഭരണിയിലേക്ക് ഇതിൻ്റെതാ ഈ 1/4 ഭാഗം മതി ഭരണിയിലേക്ക് ഉപയോഗിക്കാൻ. ഒരു ഭരണിയിലേക്ക് ഇത്രയും ഒഴിച്ചാൽ മതി. അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അല്ലാതെ ഒരു കെമിക്കലും ആരും ഭക്ഷണ പദാർത്ഥത്തിൽ ഉപയോഗിക്കില്ല, ഉപയോഗിക്കാനൊട്ട് പാടില്ല. ഇനി ചിലർ പറയുന്നുണ്ടാവും, ഞാൻ അങ്ങനെ കണ്ടിരുന്നു, ഞാൻ അവിടെ കണ്ടിരുന്നു, ഇവിടെ കണ്ടിരുന്നു. അങ്ങനെ പറയുന്നവര് വീഡിയോ ചെയ്ത് വിടുകയല്ല വേണ്ടത്. എന്താ ചെയ്യേണ്ടത്? നേരെ തൊട്ടടുത്തുള്ള ഹെൽത്ത് ഓഫീസിൽ പോയിട്ട് അറിയിക്കുക, ബാറ്ററി വെള്ളം ഉപയോഗിക്കുന്നുണ്ട്, നേരിട്ട് കാണിച്ചു കൊടുത്തൂടെ. വെറുതെ എന്തെങ്കിലും പറയണോ? എന്താ അതിൽ കാര്യമുള്ളത്? അപ്പോൾ ഉപയോഗിക്കുന്നവരും വാങ്ങി ഉപയോഗിക്കുന്നവരും ചിന്തിക്കുക, ഇങ്ങനെ ഇത്തരത്തെ ഫേക്ക് മെസ്സേജുകൾ ശ്രദ്ധിക്കുക. അങ്ങനെ വിടുന്നവരും ഒരു കാര്യം ചിന്തിക്കുക, ഇത് സത്യം മറച്ചു വെക്കുന്ന ഒരു പരിപാടിയാണ്. യാഥാർത്ഥ്യം എന്താണ് ആർക്കും മനസ്സിലാവാതായി പോകും. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ.